വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നതാ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്ന്. അപ്പം എന്തായാലും ഇന്ന് ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സംഭവം ഒന്നുമല്ല, എൻ്റെതാ വാവയുടെ സ്കാൻ റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കൂടാതെ കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായം പറയും വേണം. ഭയങ്കര കഥപ്പാണ് കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ എന്താണെന്നറിയില്ല, കൂടുതൽ സംസാരിക്കുമ്പോൾ ഭയങ്കര കഥപ്പ് വരും കേട്ടോ. അപ്പോൾ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല, ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടല്ല എല്ലാതും സഹിക്കാതെ വിചാരിച്ചു. പിന്നെ അതാ കൂടെ എൻ്റെ വെള്ളക്കുപ്പിയും ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അതുമാത്രമല്ല പല ആൾക്കാരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വേണ്ടത് കുഞ്ഞിന് വേണ്ട വെള്ളം അത്യാവശ്യത്തിന് വയറ്റിലെത്തണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ഏത് നേരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇങ്ങനെ കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് സ്കാൻ റിപ്പോർട്ട് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്കാൻ റിപ്പോർട്ട് എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫയല്. ഇനി ഒരു ഫയലും കൂടി വാങ്ങണം. നല്ല ചെറുതായിട്ട് കുറേ മുന്നത്തെ ഫയലായതുകൊണ്ട് ഇത് കയറി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടാ. അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ നേരം ആകുമ്പോഴത്തേന് ഇതെല്ലാ സാധനങ്ങളും വാങ്ങാനുണ്ട് കേട്ടോ ഇനി. അപ്പോൾ എന്തായാലും സ്കാൻ റിപ്പോർട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടാണ് കേട്ടോ. ഫസ്റ്റിൽ എടുത്ത സ്കാൻ റിപ്പോർട്ടാണ്. ഇതാക്കണ ഗ്ലോബൽ പറഞ്ഞ ലാബിൽ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തത്, മിനി റോഡ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവിടെയാണ് കാണിച്ചിരുന്നത്, കോട്ടക്കിൽ പോകുന്ന വഴി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എല്ലാ ഡീറ്റെയിലുമാണ് കേട്ടോ. അപ്പോൾ എന്നെ കാണിച്ച ഓരോ ഡീറ്റെയിലുകളാണ്. അപ്പോൾ എന്തായാലും ഞാൻ സ്കാൻ റിപ്പോർട്ട് കാണിച്ചു തരാം കേട്ടോ. സ്കാൻ റിപ്പോർട്ട് അങ്ങനെ ഉണ്ട് തെളിഞ്ഞൊന്നും കാണുന്നില്ല കേട്ടോ, കാരണം തുടക്കമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സ്കാനിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ചെറിയ രൂപം വന്നിട്ടുള്ളൂ കേട്ടോ ആളത്, കണ്ടില്ലേ. ഇത് പിന്നെ രണ്ടാമതെടുത്ത സ്കാൻ റിപ്പോർട്ടാണ്. 11 to 14 വീക്സ് ആയി എന്നാട്ടോ അതിൽ കാണിക്കുന്നത്. അപ്പോൾ അന്നെടുത്ത സ്കാനിങ് ആണ്. പിന്നെ വന്ന സ്കാനിങ് 3-ാം മാസം ആയപ്പോഴാണ്. അപ്പോൾ 3-ലെടുത്ത സ്കാനിങ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ മിടുപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഡോക്ടറെ കാണിച്ച് പിന്നെ വന്ന സ്കാനിങ് എന്ന് പറഞ്ഞാൽ 5-ാം മാസത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ എന്നെ ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റിക്കോ, മറ്റേ ഗവൺമെൻറ്റിലേക്കോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ ഒരു സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത സ്കാനിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടിയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ, കഴുത്തുണ്ടോ, തലയുണ്ടോ, കൈ ഉണ്ടോ എന്നൊക്കെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്ന സ്കാനിങ് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടാട്ടോ പിന്നെ ഞങ്ങൾ കാണിക്കാൻ പോയത്. അപ്പോഴും കാണിച്ചപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്.
5-ാം മാസം കഴിഞ്ഞതാ അടുത്ത സ്കാനിങ് വന്നത് 8-ലാണ് കേട്ടോ. 8ത്തെ സ്കാനിങ് ഒക്കെ കാണിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാ ഇനി ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാക്കണ അതിൻ്റെ മുന്നേ ചെയ്ത ടെസ്റ്റുകളാണ് കേട്ടോ ഇത്. 8-ാം മാസത്തിൽ ചെയ്ത ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകളാണ് അതൊക്കെ. ഇത് പിന്നെ ഇതാ സ്കാനിങ്ങിൻ്റെ റിസൾട്ടാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ 30 വീക്സും 6 ഡേയ്സും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡെലിവറീൻ്റെ ഡേറ്റ് ആഗസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് അങ്ങോട്ടൊന്നും ചെല്ലൂല, അതിന് മുന്നേ തന്നെ എൻ്റെ പ്രസവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ അതാക്കണ കുട്ടിയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ എന്തോ ഒന്നും തെളിഞ്ഞ് കാണുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവാത്ത ഒരു റിപ്പോർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാക്കണം എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതാണ് 8-ാം മാസം ആയപ്പോൾ ഉള്ള സ്കാനിങ്. ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ ഇതാക്കണ അമ്മയും കുഞ്ഞെന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് 2 പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന കാർഡുകളാണ് കേട്ടോ. അത് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ സ്കാൻ റിപ്പോർട്ടും പിന്നെ മറ്റ് ഡീറ്റെയിലും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്കാൻ റിപ്പോർട്ടുകളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ.